വൈറ്റ് ഹൌസിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന് വൻ വരവേൽപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുക്കാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അറേബ്യ US-നെ ചർച്ചയ്ക്ക് മുന്നോടിയായി അറിയിച്ചിരുന്നു. സൗദിക്ക് F-35 ഉൾപ്പെടെ പ്രതിരോധ പാക്കേജുകളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് US-ൽ എത്തിയിരിക്കുന്നത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വിവിധ വിഷയങ്ങളിലായിരിക്കും ചർച്ച നടക്കുകയെന്ന് മനസ്സിലാക്കുന്നു. പലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി നേരത്തെ തന്നെ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ സൽമാൻ രാജാവ് അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് സൽമാൻ രാജാവ് US-ൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ ചർച്ചകളായിരിക്കും നടക്കുക? ധന്യ, സൽമാൻ രാജാവല്ല, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരാണ്. അതായത് രാജാവിന്റെ മകനും സൗദിയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമാണ് ഇപ്പോൾ US-ലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് 2017 US-മായി ഉണ്ടായ വിവിധ പ്രശ്നങ്ങളിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ്, അതായത് ബൈഡൻ ഭരണകാലത്തുള്ള രാഷ്ട്രീയ ഭിന്നതയ്ക്ക് ശേഷം ആദ്യമായാണ് സൗദി കിരീടാവകാശി US-ലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത ഈ സന്ദർശനത്തിനുണ്ട്. അതോടൊപ്പം തന്നെ US-ഉം സൗദി അറേബ്യയും തമ്മിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സൗഹൃദത്തിലും അടുപ്പത്തിലുമാണ് നിലവിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നിലവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള രാജ്യം കൂടിയാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യമുള്ള രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അത് നേരത്തെ അദ്ദേഹത്തിന്റെ സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനം ഇക്കഴിഞ്ഞ മെയ് മാസത്തിലുള്ള സന്ദർശനത്തിൽ പ്രകടമായതാണ്. കാരണം ഇസ്രായേലിന്റെ പോലും ചില താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം സൗദി അറേബ്യയുമായി ചില ഇടപാടുകൾ നടത്തിയത്. സമാനമായ രീതിയിൽ തന്നെ ഇത്തവണത്തെ സന്ദർശനത്തിലും പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യക്കുള്ള പ്രതിരോധ ആയുധ പാക്കേജുകളുടെ പ്രഖ്യാപനമാണ്. അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം. അതിന് പ്രധാനമായും രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് സൗദി അറേബ്യക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകണമെങ്കിൽ അവർ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്കും ഒപ്പം സൗഹൃദത്തിലേക്കും പോകണമെന്നുള്ളതാണ് ട്രംപിന്റെ നേരത്തെയുള്ള നിലപാട്. പക്ഷേ ഒക്ടോബർ 7 ശേഷമുള്ള ഗസയിലെ സ്ഥിതി, വംശഹത്യ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സൗദി അറേബ്യ ഈ യാത്രക്ക് മുന്നേ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിന് തങ്ങളുടെ ഒരുക്കമാണ്, പക്ഷേ ഫലസ്തീനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സാധ്യമല്ല എന്ന ഏറ്റവും വ്യക്തമായ രീതിയിൽ തന്നെ അറിയിച്ചുകൊണ്ടാണ് ഈ സന്ദർശനം എന്ന പ്രത്യേകത ഇത്തവണയുണ്ട്. മുൻപുള്ള സന്ദർശനങ്ങൾ അത്തരത്തിലായിരുന്നില്ല. കാരണം ഇസ്രായേലുമായി അടുപ്പത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു സൗദി അറേബ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം, പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ, അത് ഒരു പക്ഷേ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മേഖലയിൽ ഉണ്ടാകാവുന്ന സുരക്ഷാ ഭീഷണി, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങാതെ തങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണെന്നുള്ള പ്രത്യേകത ഇത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കിയാൽ മാത്രം ലഭിക്കുമായിരുന്ന ആയുധങ്ങളുണ്ട്. അത് സൗദി അറേബ്യക്ക് ട്രംപ് ഇത്തവണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒറ്റുനോക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് F-35 യുദ്ധവിമാനങ്ങൾ. അത് ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഒഴികെ മറ്റാരുടെയും കൈവശം നിലവിലില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തോളമായി ഇസ്രായേൽ കൈവശം വെക്കുന്ന ആയുധമാണ്. അത് സൗദി അറേബ്യക്ക് അവരുമായി ബന്ധമില്ലാതെ ഏകപക്ഷീയമായി ട്രംപ് നൽകുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യം. അതിൽ ട്രംപ് നേരത്തെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർ F-35 ആഗ്രഹിക്കുന്നുണ്ട്, അത് കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ അത് നൽകും അല്ലെങ്കിൽ അത് പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഇനി വരാനിരിക്കുന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലുമായുള്ള ബന്ധത്തിലേക്ക് പോകാവുന്ന ഒരു പ്രഖ്യാപനം ഈ സന്ദർശനത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല, അതുണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ തന്നെയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനാകില്ല എന്ന കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്നലെയുള്ള ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ തന്നെ അതിന് മുന്നോടിയായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാനിടയില്ല. അതേസമയം സൗദി അറേബ്യക്ക് നേരത്തെ പ്രഖ്യാപിച്ച വൻകിട ആയുധ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിന് ട്രംപ് ഉപയോഗിക്കാൻ പോകുന്ന ഏക മാർഗം എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ്. കാരണം ഇസ്രായേലുമായി ബന്ധമില്ലാതെ US കോൺഗ്രസ് ഒരു നിലക്കും സൗദി അറേബ്യക്ക് ആയുധം നൽകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അത് മറികടക്കാൻ
ട്രംപ് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിക്കൊണ്ട് സൗദി അറേബ്യക്ക് ആയുധങ്ങൾ നൽകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയാൽ തന്നെ അതിനുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് അടുത്തതായി വരുന്ന ഒരു US പ്രസിഡന്റ് വേണമെങ്കിൽ ഈ ഉത്തരവ് മരവിപ്പിക്കാനാകും. അതുകൊണ്ട് സൗദി അറേബ്യക്ക് ആയുധ കരാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഭരണകൂടങ്ങൾക്ക് കൂടി അതിലേക്ക് ഒരു പൂർണ്ണമായ കരാറിലേക്ക് എത്താവുന്ന തരത്തിലായിരിക്കുമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദിയുടെ ഒരു പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ മാസം സൗദിയും ചൈനയും സംയുക്തമായിട്ട് നാവിക അഭ്യാസം നടത്തിയിരുന്നു. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിലൊരു ആശങ്കയുണ്ട്? അതുകൊണ്ടാണോ ഇത്തരം നീക്കത്തിലേക്ക് പോകുന്നത്? സാധാരണ വൈറ്റ് ഹൗസ് ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വിടാത്തത് കൂടിയാണ്. ഇത്തവണ അതും സംഭവിച്ചിരിക്കുന്നു എന്നതുള്ളത് കൂടി നോക്കിക്കാണേണ്ടതില്ലേ?